കഴിഞ്ഞില്ല ഇല്ല അല്ല അടിച്ചിട്ടതാണ്. അതിനിപ്പോ കട്ട് ചെയ്യാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മൂന്നാമതും തുടർഭരണത്തിനുള്ള ഒരു ജനവിധി ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടും എന്ന കാര്യത്തിൽ നല്ല ഉറപ്പാണ്. LDF മുദ്രാവാക്യം മറ്റാരുണ്ട് LDF അല്ലാതെ എന്നതാണ്. ഏറ്റവും ഒടുവിൽ പ്രചരണ രംഗത്ത് നിറഞ്ഞു നിന്നത് വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ അവിടെ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഫണ്ട് തട്ടിപ്പാണ്. എത്ര ഭീകരമായിട്ടുള്ള തട്ടിപ്പാണ് കേരളത്തിലെ കോൺഗ്രസ് നടത്തിയത്. കാട്ടാനകൾ സഞ്ചരിക്കുന്ന ആനത്താരയിൽ സ്ഥലമെടുത്ത് അവിടെ വീട് വെക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാർ കണക്ക് പുറത്തുവിട്ടപ്പോൾ സ്ഥലമെടുത്തു കഴിഞ്ഞാൽ പിന്നെ വീടെടുക്കാൻ കാശില്ല. കേരളത്തിലെ CPM-മായി ബന്ധപ്പെട്ട വിവിധ പ്രസ്ഥാനങ്ങൾ നൽകിയിട്ടുള്ള തുക ഏതാണ്ട് 100 കോടിയിലധികം വരും. കേരളത്തിലെ കോൺഗ്രസ് ആകെ പിരിച്ചെടുത്തത് 6 കോടി 7 കോടിക്കടിയിലാണ് എന്ന് പറഞ്ഞാൽ ആർക്കാണത് വിശ്വസിക്കാൻ പറ്റുക? അപ്പോൾ ശവം തൂക്കികളെന്നാണ് കേരളത്തിലെ കോൺഗ്രസിനെ വിലയിരുത്തുന്നത്. ആ ശവം തൂക്കികളുടെ കയ്യിൽ കേരള ഭരണം അകപ്പെട്ടാലുള്ള അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് 10 വർഷത്തെ വിശ്വാസ്യത സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ LDF തന്നെ തുടർഭരണത്തിലുള്ള ജനവിധി ഉണ്ടാകും എന്നാണ് പൊതുവിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ ആർക്കും വിധിയെഴുതാനാവുക. ആ വിധിയെഴുത്ത് കേരളത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി LDF അധികാരത്തിൽ വരും എന്നാണ് ഞാൻ കരുതുന്നത്. ചില പ്രശ്നങ്ങൾ CPM ഉണ്ടായിരുന്നു. അത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? അത്തരത്തിലുള്ള 2 പേര് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലൊരു ഭീഷണി ഉണ്ടാവുമോ? നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, കൊല്ലൻ്റെ ആലയിൽ കൂടം മുറ്റിയാൽ കീടം തെറിക്കും. അങ്ങനെയുള്ള തുരുമ്പ് കീടങ്ങൾ ഉപയോഗിച്ച് LDF-നെ ആക്രമിക്കാനുള്ള ഒരായുധം നിർമ്മിച്ചെടുക്കാനാവില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ UDF നേതൃത്വത്തിന് ബോധ്യപ്പെടും. അപ്പോൾ ഇന്നലെ പാലക്കാട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതായത് വോട്ടിന് പണം കൊടുക്കുന്നു എന്നുള്ള ആരോപണമൊക്കെ. അപ്പോൾ BJP-യുടെ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്, ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഇല്ല, BJP-യും കോൺഗ്രസും കോർപ്പറേറ്റുകളുടെ പണം വാങ്ങിയിട്ടാണല്ലോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ അതിൽ BJP-യും കോൺഗ്രസും ഒരേപോലെ കുറ്റവാളികളാണ്. പണം കൊടുത്ത് വോട്ട് വാങ്ങി ജനാധിപത്യത്തെ പണാധിപത്യമാക്കി മാറ്റാനാണ് വലതുപക്ഷ പാർട്ടികളായിട്ടുള്ള BJP-യും കോൺഗ്രസും ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു തെളിവ് മാത്രമാണ് പാലക്കാട് നിന്ന് വിളിക്ക് വന്നിട്ടുള്ളത്. കോൺഗ്രസ് ചെയ്യുന്ന മാർഗവും അതുതന്നെയാണ്. പക്ഷേ ജനാധിപത്യത്തെ അർത്ഥപൂർണമാക്കുന്ന LDF-ന് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണയുണ്ടാവും. വോട്ടർമാർ LDF-നെ വീണ്ടും അധികാരത്തിലേറ്റും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഈ പ്രചരണ സമയത്ത് പല ഡീൽ ആരോപണങ്ങളൊക്കെ ഇത്തവണ ഉയർന്നുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായി ആദ്യകാലത്തും പിന്നീട് CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തിനെതിരായും RSS BJP-യുമായി കോൺഗ്രസ് നടത്തിയ നിരവധി ഡീലുകളുടെ ചരിത്രമറിയാവുന്ന ജനങ്ങൾ CPM-നെതിരായും LDF-നെതിരായും ഉന്നയിക്കപ്പെടുന്ന ഒരാരോപണവും വിശ്വസിക്കാൻ പോകുന്നില്ല.